ഫിസിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അഥവാ വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ എന്ന ചാപ്റ്ററിൻ്റെ ലെറ്റസ് അസസ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ വിലയിരുത്താം ചോദ്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിൽ 4 ക്വസ്റ്റ്യൻസ് ആണ്, 4 ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമാണ് പറഞ്ഞത്. ഇന്നത്തെ ക്ലാസ്സിൽ 3 ക്വസ്റ്റ്യൻസ്, അതായത് അതിനുശേഷം വരുന്ന 3 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ക്ലാസ് കാണുന്ന എല്ലാവരും എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ആവശ്യമുള്ള കമൻസും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ തൊട്ട് താഴെയായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. 5ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒന്നാമത്തെ ചാപ്റ്ററിലെ ലെറ്റസ് അസസുമായി ബന്ധപ്പെട്ട 5ാമത്തെ ക്വസ്റ്റ്യൻ. അതിനകത്ത് 2 പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, അതായത് എയും ബിയും. അതിനകത്ത് എ പാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ടേബിള് തന്നിട്ടുണ്ട് പുസ്തകത്തിൽ. ആ ടേബിളിനകത്ത് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഫില്ല് ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ ബി പാർട്ട് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആൻസറായിട്ട് അവർ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്തെ കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് നിങ്ങൾ ചെയ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് 5ാമത്തേതിൻ്റെ എ പാർട്ട് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അഞ്ചിൻ്റെ എ പാർട്ട് ക്വസ്റ്റ്യൻ അതൊരു ടേബിളാണ്. ഈ ടേബിള് ഫില്ല് ചെയ്യാനായിട്ടാണ് നമ്മളത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ടേബിളിനകത്ത് കൊടുത്തിരിക്കുന്ന പ്രധാനമായിട്ടും ഇലക്ട്രിക്കൽ ഡിവൈസിൻ്റെ പേര്, ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് അതായത് വി, പവർ ഓഫ് ദ ഡിവൈസ് ഉപകരണത്തിൻ്റെ പവർ, അതിനെ ഡിനോട്ട് ചെയ്യുന്ന അക്ഷരമാണ് പി, കറണ്ട് ത്രൂ ദ സർക്യൂട്ടിൽ ഒഴുകുന്ന കറണ്ടാണ്. അതിൻ്റെ ഇക്വേഷനാണ് എഴുതിയിരിക്കുന്നത് I=P/V, അതായത് ഡിവൈസിൻ്റെ പവറിനെ ആ ഡിവൈസ് പ്രവർത്തിക്കുന്ന വോൾട്ടേജ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പിന്നെ അടുത്തത് ദ ആംപേരേജ് ഓഫ് ദ ഫീസ് ടു ബി യൂസ്ഡ് ഇൻ ദ സർക്യൂട്ട്, അതായത് ആ സർക്യൂട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫീസിൻ്റെ ആംപേരേജ്. അപ്പോൾ അതിൻ്റെ പിന്നെ യൂണിറ്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് എ എന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ടേബിളിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രിക് ഡിവൈസ് ആയിട്ട് 4 ഡിവൈസിന്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്: വാട്ടർ ഹീറ്റർ, എയർ കണ്ടീഷണർ അല്ലെങ്കിൽ AC, ടെലിവിഷൻ അതായത് LED TV ആണ് പറഞ്ഞിരിക്കുന്നത്, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ്. ഈ 4 ഇലക്ട്രിക്കൽ ഡിവൈസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവർ ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ചില കാര്യങ്ങൾ ഫില്ല് ചെയ്തിട്ടില്ല, അത് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിച്ചിട്ട് അത് ഫില്ല് ചെയ്തതിന് ശേഷം ടേബിളിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ്, ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഈ ഓരോ ഉപകരണവും വർക്ക് ചെയ്യുന്ന വോൾട്ടേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒരേ വോൾട്ടേജിലാണ് വർക്ക് ചെയ്യുന്നത്. 230 വോൾട്ടാണ് ഓരോ ഉപകരണത്തിൻ്റെയും ഓപ്പറേറ്റിംഗ് വോൾട്ടേജ്. അപ്പം ഈ 4 ഉപകരണത്തിൻ്റെയും ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് അല്ലെങ്കിൽ പ്രവർത്തന വോൾട്ടേജ് എന്ന് പറയുന്നത് 230 വോൾട്ടാണ്, 230 വോൾട്ടാണ്. ഇനി ഒന്നാമത്തെ ഉപകരണമായ വാട്ടർ ഹീറ്റർ എടുക്കുക. ഈ വാട്ടർ ഹീറ്ററിന്റെ പവർ എന്ന് പറയുന്നത് 4370 വാട്ടാണ്. ഇത് നിങ്ങളെ ടെക്സ്റ്റിനകത്ത് തന്നിട്ടുണ്ട്, 4370 വാട്ടാണ്. ഇനി ആ സർക്യൂട്ടിൽ ഒഴുകുന്ന കറണ്ടിന്റെ വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത് 19 ആംപിയർ ആണ്. അതായത് അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, P/V ആണ്. അപ്പോൾ ഈ വാട്ടർ ഹീറ്ററിന്റെ പവർ എന്ന് പറയുന്നത് 4370 ആണ്. അതിനെ എന്ത് ചെയ്യണം, അതിന്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ആയ 230 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഈ 19 എന്ന് പറയുന്ന ആൻസർ കിട്ടുന്നത്. അങ്ങനെ ആ കറണ്ട് കിട്ടി, 19 ആംപിയർ എന്ന് കിട്ടും.
പിന്നെ ലാസ്റ്റ് എന്ന് പറയുന്നത് ദ ആംപേരേജ് ഓഫ് ദ ഫീസ് ടു ബി യൂസ്ഡ് ഇൻ ദ സർക്യൂട്ട്, അതായത് സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ഫീസിന്റെ ആംപേരേജ് എത്രയാണെന്നാണ്. അത് നമ്മളൊരു ഐഡിയ അനുസരിച്ച് എഴുതാറുള്ളതാണ്. അത് എളുപ്പമാണ് എഴുതാൻ, കാരണം എന്തായാലും ഈ സർക്യൂട്ടിൽ ഒഴുകുന്ന കറണ്ട്, അതായത് വാട്ടർ ഹീറ്റർ ഉപയോഗിക്കുമ്പോൾ ആ സർക്യൂട്ടിൽ ഒഴുകുന്ന കറണ്ട് എന്ന് പറയുന്നത് 19 ആംപിയർ ആണെന്ന് നമുക്കറിയാം. അപ്പൊ സ്വാഭാവികമായിട്ട് ആംപിയറേജിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതിനെയും കാട്ടി അല്പവും കൂടെ കൂടുതലായിരിക്കണം. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഈ സർക്യൂട്ടിൽ ഒഴുകുന്ന കറണ്ട് എന്ന് പറയുന്നത് 19 ആംപിയർ ആണെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ട ഫീസിന്റെ ആംപിയറേജ് എന്ന് പറയുന്നത് ഈ വാല്യൂവിനെയും കാട്ടിയും കുറച്ചും കൂടെ കൂടുതലായിരിക്കും. ആ വാല്യൂ ആണ് എഴുതിയിരിക്കുന്നത് 20 ആംപിയർ, 20 ആംപിയർ ആയിരിക്കും. അപ്പൊ എന്തായാലും ഓരോ ബാക്കിയുള്ള കണ്ടുപിടിക്കുമ്പോഴും ലാസ്റ്റ് കോളം കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിലൂടെ ഒഴുകുന്ന കറണ്ടിനേക്കാളും അല്പം കൂടെ കൂടിയ വാല്യൂ ആയിരിക്കും ആംപിയറേജ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് 20 ആംപിയർ. ഇനി അടുത്തത് എയർ കണ്ടീഷൻ അല്ലെങ്കിൽ AC ആണ്. അതിന്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് 230 വോൾട്ട് തന്നെയാണ്. ഡിവൈസിന്റെ പവർ ഇവിടെ കൊടുത്തിട്ടില്ല, അത് നമ്മൾ കണ്ടുപിടിക്കണം. കറണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് അവര്. കറണ്ട് ത്രൂ ദ സർക്യൂട്ട് എന്ന് പറയുന്നത് 14.5 ആണ്, അതായത് 14.5 ആംപിയർ ആണ്. അപ്പൊ രണ്ടാമത്തെ കേസിൽ കണ്ടുപിടിക്കേണ്ടത് പവറും പിന്നെ ആംപിയറേജുമാണ്. അപ്പൊ പവർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് പവറിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാം. പവറിന്റെ ഇക്വേഷൻ നിങ്ങൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചു, അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചില പ്രോബ്ലംസ് ചെയ്തപ്പോൾ പവറിന്റെ ഇക്വേഷൻ നമ്മൾ ആവശ്യമായി വന്നപ്പോൾ നമ്മളത് പറഞ്ഞതാണ്. അപ്പൊ പവറിന്റെ ഇക്വേഷൻ VI ആണ്. അപ്പൊ ഇവിടെ വിയുടെ വാല്യൂ നമുക്കറിയാം 230 ആണ്, ഐയുടെ വാല്യൂ നമുക്കറിയാം 14.5 ആണ്. അപ്പൊ ഈ VA ഈ I ആയ 14.5 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എയർ കണ്ടീഷണറിന്റെ പവർ കിട്ടുന്നതാണ്. അപ്പൊ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ അതിന്റെ ആൻസർ 230നെ 14.5 കൊണ്ട് ഗുണിക്കുമ്പോൾ ആൻസർ 3335 വാട്ടെന്ന് കിട്ടും. ഇപ്പൊ നിങ്ങൾ അത് ചെയ്തു നോക്കണം. അപ്പൊ ഞാനിത് ഗുണിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്, 3335 വാട്ടെന്ന് കിട്ടും. ആ വാല്യൂ ആണ് നമുക്ക് ഈ മൂന്നാമത്തെ കോളമായ പവർ ഓഫ് ദി ഡിവൈസിന്റെ അവിടെ എഴുതേണ്ടത്. സോ ആ ആൻസർ എടുത്തെഴുതുക. അപ്പൊ എയർ കണ്ടീഷണറിന്റെ പവർ എന്ന് പറയുന്നത് 3335 വാട്ടാണ്. ഇത് എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ആയ 230യും അതിലൂടെ ഒഴുകുന്ന കറണ്ട് അല്ലെങ്കിൽ ആ സർക്യൂട്ട് ഒഴുകുന്ന കറണ്ടായ 14.5 കൂടെ ഗുണിച്ചപ്പോഴാണ് നമുക്ക് എയർ കണ്ടീഷണറിന്റെ പവർ കിട്ടിയത്. അത് 3335 വാട്ടെന്ന് കിട്ടി. അപ്പൊ നിങ്ങൾ ഇവിടെ വാല്യൂ എഴുതുമ്പോൾ യൂണിറ്റ് എഴുതാൻ മറക്കരുത്, യൂണിറ്റ് ഉറപ്പായിട്ട് എഴുതണം. അപ്പൊ ഈ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച ഇക്വേഷൻ ആണ് P = V × I. ഇനി ഇതിന്റെ ആംപേരേജ് കണ്ടുപിടിക്കണം. ഇതിന്റെ ആംപേരേജ് കണ്ടുപിടിക്കണമെങ്കിൽ ആ സർക്യൂട്ടിൽ ഒഴുകുന്ന കറണ്ടിന്റെ വാല്യൂ 14.5 എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനേക്കാളും അല്പം കൂടെ കൂടിയ വാല്യൂ ആയിരിക്കും ആംപേരേജ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പൊ നമുക്കൊരു 15 എഴുതാം. അപ്പൊ എയർ കണ്ടീഷണറിന്റെ ബന്ധപ്പെട്ട് അവിടെ ഉപയോഗിക്കേണ്ട ഫീസിന്റെ ആംപേരേജ് എന്ന് പറയുന്നത് 15 ആംപിയർ ആയിരിക്കണം. ഇനി മൂന്നാമത്തേന്ന് പറയുന്നത് ടെലിവിഷൻ ആണ്. അതിന്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് 230 ആണ്. ആ ഡിവൈസിന്റെ പവർ എന്ന് പറയുന്നത് 57.5 വാട്ടാണ്, അതായത് 57.5 ആണ്. അപ്പൊ നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി അതിന്റെ ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, P/V ആണ്. സോ നമുക്ക് P യും V അറിയാം. സോ അപ്പൊ ഇവിടെ P/V ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. അപ്പൊ P എന്ന് പറയുന്നത് 57.5 ആണ്. അപ്പൊ 57.5നെ അതിന്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ആയ 230 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിലൂടെ ഒഴുകുന്ന കറണ്ട് കിട്ടും. ആ വാല്യൂ എന്ന് പറയുന്നത് 0.25 എന്ന് കിട്ടും. I എന്ന് പറയുന്നത് നമുക്ക് 0.25 ആംപിയർ എന്ന് കിട്ടും. മൂന്നാമത്തെ ഉപകരണമായ ടെലിവിഷനുമായി ബന്ധപ്പെട്ട് അത് ഇവിടെ കൂടെ എടുത്തെഴുതാം. ആൻസർ 0.25 ആംപിയർ എന്ന് കിട്ടും. ഇനി ആംപിയർ എന്ന് പറയുന്നത് ഇതിനെക്കാട്ടി കുറച്ചും കൂടെ കൂടിയ വാല്യൂ ആയിരിക്കും. അപ്പോ 0.3 ആംപിയർ എന്ന് എഴുതാൻ പറ്റും. 0.3 ആംപിയർ. ഇനി ലാസ്റ്റ് വൺ കമ്പ്യൂട്ടർ ആണ്, അല്ലെങ്കിൽ ലാപ്ടോപ്പ് എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് 230 തന്നെയാണ്.
ഇനി ആ ഡിവൈസിന്റെ പവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. കറണ്ട് തന്നിട്ടുണ്ട് 0.125 ആണ്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ആയ 230 കറണ്ട് ആയ 0.125 കൊണ്ട് ഗുണിക്കുക. അങ്ങനെ ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഇതാണ്. 28.75 വാട്ട് എന്നായിരിക്കും കിട്ടുക. അപ്പം കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പിന്റെ പവർ എന്ന് പറയുന്നത് 28.75 വാട്ട് എന്ന് കിട്ടും. ഇത് എങ്ങനെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് വോൾട്ടേജും അതിലൂടെ എടുക്കുന്ന കറണ്ടും കൂടെ ഗുണിക്കുക. അതായത് 230 ഗുണം 0.125. അപ്പം കിട്ടുന്ന ആൻസർ ആണ് 28.75. ഇനി നമുക്ക് ലാസ്റ്റ് കോളം കൂടെ ഫില്ല് ചെയ്യാനുണ്ട്. അതായത് ആംപേരേജ് കണ്ടുപിടിക്കണം. അപ്പൊ 0.125 കാട്ടി കൂടിയ വാല്യൂ ആയിരിക്കണം ആംപേരേജ്. അപ്പോൾ ഇതാണ് ആൻസർ, 0.2 ആംപെയർ എന്ന് കിട്ടും. അപ്പം ഇതാണ് അഞ്ചാമത്തെ ക്വസ്റ്റിന്റെ എ പാർട്ടിന്റെ ആൻസർ. ഒന്നുകൂടെ പറയാം. ആദ്യമേ വാട്ടർ ഹീറ്റർ, അതിന്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് 230, പവർ എന്ന് പറയുന്നത് 4370 വാട്ട്, കറണ്ട് എന്ന് പറയുന്നത് 19 ആംപെയർ, ആംപെയറേജ് എന്ന് പറയുന്നത് 20 ആംപെയർ. രണ്ടാമത്തെ എയർ കണ്ടീഷണർ AC എന്ന് പറയും. അതിന്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് 230 ആണ്. നമ്മൾ അതിന്റെ പവർ കണ്ടുപിടിക്കണം. അപ്പോൾ കറണ്ട് തന്നിട്ടുണ്ടായിരുന്നു 14.5 ആംപെയർ. അപ്പൊ നമ്മുടെ വോൾട്ടേജും കറണ്ടും തന്നിട്ടുള്ളതുകൊണ്ട് പവർ കണ്ടുപിടിച്ചു. VI എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച്. അപ്പൊ നമുക്ക് ആൻസർ 3335 വാട്ട് എന്ന് കിട്ടി. പിന്നെ ആംപെയറേജ് എന്ന് പറയുന്നത് കറണ്ടിന്റെ വാല്യൂവിനെ കാട്ടിയും അല്പം കൂടെ കൂടിയ വാല്യൂ എഴുതുക. അപ്പം 15 ആംപെയർ എന്ന് എഴുതുക. ഇനി അടുത്തത് ടെലിവിഷൻ ആയിരുന്നു. ടെലിവിഷന്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് 230 ആണ്. ആ ഡിവൈസിന്റെ പവർ എന്ന് പറയുന്നത് 57.5 എന്ന് പുസ്തകത്തിൽ തന്നിട്ടുണ്ട്. ഇനി കറണ്ട് ആണ് കണ്ടുപിടിക്കുന്നത്. കറണ്ട് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, P/V ആണ്. അപ്പം 57.5നെ 230 ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. അപ്പൊ 0.25 ആംപെയർ എന്ന് കിട്ടും. ആംപെയറേജ് എന്ന് പറയുന്നത് ഇതിനെക്കാട്ടിയും കൂടി അടുത്ത വാല്യൂ എഴുതണം. അപ്പൊ 0.3 ആംപെയർ എന്ന് കിട്ടും. ഇനി നാലാമത്തെ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ആണ്. അതിന്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് 230 തന്നെയാണ്. ഇനി അതിന്റെ കൂടെ കൊടുക്കുന്ന കറണ്ടിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.125 ആണ്. അങ്ങനെയാണെങ്കിൽ പവർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? 230നെ 0.125 കൊണ്ട് ഗുണിക്കും. അപ്പൊ ആൻസർ 28.75 എന്ന് കിട്ടും. ഇനി അതിന്റെ ആംപെയറേജ് എന്ന് പറയുന്നത് 0.2 ആംപെയർ എന്ന് കിട്ടും. അതായത് 0.125നെ കാട്ടിയും കൂടി അടുത്ത വാല്യൂ എഴുതണം. അപ്പൊ 0.2 ആംപെയർ എന്ന് കിട്ടും. ഇതാണ് 5ന്റെ എ പാർട്ടിന്റെ ആൻസർ. ഇനി നമുക്ക് ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യന്റെ ബി പാർട്ട് ക്വസ്റ്റ്യൻ ഇതാണ്. ദ ആംപെയറേജ് ഓഫ് ദ ഫ്യൂസ് വെയർ യൂസ്ഡ് ഇൻ എ സർക്യൂട്ട് ദാറ്റ് വർക്ക്സ് ഓൺ 230 voltage 2.2 ആംപെയർ ഇഫ് സോ ദ പവർ ഓഫ് ദ ഡിവൈസ് ഈസ്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? അതായത് 230 സപ്ലൈയിൽ പ്രവർത്തിക്കുന്ന ഒരു ഫ്യൂസ് വെയർ. ആ ഫ്യൂസ് വെയറിന്റെ ആംപെയറേജ് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട് 2.2 ആംപെയർ ആണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഡിവൈസിന്റെ പവർ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അവർ 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ലെസ് ദാൻ 300 വാട്ട്, അതായത് 300 വാട്ടിനെക്കാട്ടി കുറവാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ഇതാണ് 300 വാട്ട് ടു 500 വാട്ട്, അതായത് 300 വാട്ട് മുതൽ 500 വാട്ട് വരെ പോകാം. മൂന്നാമത്തെ ഓപ്ഷൻ ഇതാണ് ബിറ്റ്വീൻ 500 വാട്ട് ആൻഡ് 510 വാട്ട്, അതായത് 500 വാട്ടിനും 510 വാട്ടിനും ഇടയിലായിരിക്കും. നാലാമത്തെ ഓപ്ഷൻ മോർ ദാൻ 510 വാട്ട്, അതായത് 510 വാട്ടിനെക്കാട്ടിയും കൂടുതലായിരിക്കും. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് ആ ക്വസ്റ്റ്യനായിട്ട് ആൻസറുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ദ ആംപെയറേജ് ഓഫ് ദ ഫ്യൂസ് വെയർ യൂസ്ഡ് ഇൻ എ സർക്യൂട്ട് ദാറ്റ് വർക്ക്സ് ഓൺ 230 വോൾട്ടേജ് 2.2 ആംപെയർ എന്ന് പറയുമ്പോൾ സർക്യൂട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫ്യൂസ് വെയറിന്റെ ആംപെയറേജ് 2.2 ആംപെയർ ആണെന്ന് പറയുന്നു. ആ ഫ്യൂസ് വെയർ വർക്ക് ചെയ്യുന്ന വോൾട്ടേജ് 230 ആണെന്ന് പറയുന്നു. അപ്പൊ കണ്ടുപിടിക്കേണ്ടത് ഡിവൈസിന്റെ പവർ ആണ്. 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ആ 4 ഓപ്ഷനിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നിങ്ങൾ ചെയ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ അതിന്റെ ആൻസർ ഞാൻ എഴുതാൻ പോവുകയാണ്. അപ്പൊ 5ന്റെ ബി പാർട്ടിന്റെ ആൻസർ ആണ് എഴുതിയിരിക്കുന്നത്. അതായത് ആംപെയറേജിന്റെ ഇക്വേഷൻ എഴുതണം. ഇക്വേഷൻ ഇതാണ് വാട്ടേജ് ബൈ വോൾട്ടേജ്. ഇത് നിങ്ങൾ ടെക്സ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ ആണ്. അതായത് വാട്ടേജ് എന്ന് പറയുമ്പോൾ പവർ ആണ്. സോ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം, പവർ ബൈ വോൾട്ടേജ്. അതിൽ നിന്ന് പവർ ആണ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. പവർ എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് ഇക്വേഷൻ കിട്ടും ആംപെയറേജ് ഇൻറ്റു വോൾട്ടേജ്. അതായത് ആംപെയറേജ് എന്ന് പറയുമ്പോൾ പവർ ബൈ വോൾട്ടേജ് ആണ്. അതിൽ നിന്ന് പവർ കണ്ടുപിടിക്കാനുള്ള സമവാക്യമാണ് ആംപെയറേജ് ഇൻറ്റു വോൾട്ടേജ്. ആംപെയറേജിനെ വോൾട്ടേജ് കൊണ്ട് ഡിവൈഡ് ചെയ്യും, ഗുണിക്കുക. ആംപെയറേജ് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് 2.2, വോൾട്ടേജും തന്നിട്ടുണ്ട് 230. അപ്പൊ ഇത് രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ ആൻസർ കിട്ടും 506 വാട്ട് എന്ന് കിട്ടും.
അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്. അപ്പോൾ 5ന്റെ ബി പാർട്ടിന്റെ ആൻസർ എന്ന് പറയുന്നത് മൂന്നാമത്തെ ഓപ്ഷനാണ്. അതായത് 506 വാട്ട് എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 506 എന്ന് പറയുന്നത് 500നും 510നും ഇടയ്ക്ക് വരുന്ന വാല്യൂ ആയതുകൊണ്ട് മൂന്നാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്. ഇനി നമുക്ക് ആറാമത്തെ ക്വസ്റ്റിലേക്ക് കടക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് എ 230 വോൾട്ട് 115 വാട്ട് ഫിലമെന്റ് ലാമ്പ് വർക്ക്സ് ഇൻ എ സർക്യൂട്ട് ഫോർ 10 മിനിറ്റ്. അതായത് ഒരു ഫിലമെന്റ് ലാമ്പാണ്. ഫിലമെന്റ് ലാമ്പിന്റെ പവർ വന്നിട്ടുണ്ട് 115 വാട്ടാണ്. അപ്പൊ അത് പ്രവർത്തിക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 230 ആണ്. അത് സർക്യൂട്ടിൽ 10 മിനിറ്റ് നേരത്തേക്ക് പ്രവർത്തിക്കുന്നുവെങ്കിൽ അതിന് 2 പാർട്ടായിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. ഒന്നാമത്തെ പാർട്ട് ഇതാണ്, വാട്ട് ഈസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ ബൾബ്. അതായത് ആ ഫിലമെന്റ് ലാമ്പിലൂടെ ഒഴുകുന്ന കറണ്ട് എത്ര, വാട്ട് ഈസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ ബൾബ്, ആ ബൾബിലൂടെ ഒഴുകുന്ന കറണ്ട് അല്ലെങ്കിൽ വൈദ്യുതി എത്ര. ബി പാർട്ട് എന്ന് പറയുന്നത് ഹൗ മച്ച് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ദാറ്റ് ഫ്ലോസ് ത്രൂ ദ ബൾബ് ഇൻ 10 മിനിറ്റ്. അതായത് 10 മിനിറ്റ് സമയത്തേക്ക് ബൾബിലൂടെ ഒഴുകുന്ന ചാർജിന്റെ അളവ് എത്ര. അപ്പം ആറാമത്തെ ക്വസ്റ്റിനെയും 2 പാർട്ടായിട്ടാണ് തന്നിരിക്കുന്നത്, എയും ബിയും. അതിൽ എ എന്ന് പറയുന്നത് ബൾബിലൂടെ ഒഴുകുന്ന കറണ്ട് എത്ര എന്ന് കണ്ടുപിടിക്കണം. ബി എന്ന് പറയുന്നത് അതിന്റെ 10 മിനിറ്റ് നേരത്തേക്ക് ആ ബൾബിലൂടെ ഒഴുകുന്ന ചാർജിന്റെ അളവ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് അതിന്റെ ആൻസറിലേക്ക് കിടക്കാം. എ പാർട്ടിന്റെ ആൻസർ ഇതാണ്. അതായത് തന്നിരിക്കുന്ന കാര്യങ്ങൾ, ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ എഴുതിയെടുക്കണം. അപ്പം വി തന്നിട്ടുണ്ട് 230 ആണ്. പി എന്ന് പറയുന്നത് 115 ആണ്. സോ നമ്മൾ പവറിന്റെ ഇക്വേഷൻ എഴുതുന്ന വി ഐ. അതിൽ നിന്ന് ഐയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പൊ ഐയുടെ ഇക്വേഷൻ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എന്താണ്, പി ബൈ വി ആണ്. അത് പവർ ബൈ വോൾട്ടേജ്. അപ്പം ഈ 115നെ 230 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ആൻസർ 0.5 ആംപിയർ എന്ന് കിട്ടും. അപ്പം ആറാമത്തെ ക്വസ്റ്റ്യന്റെ എ പാർട്ടിന്റെ ആൻസർ 0.5 ആംപിയർ ആണ്. 0.5 ആംപിയർ. ഇനി നമുക്ക് ആറാമത്തെ ബി പാർട്ട് എന്ന് പറയുന്നത് 10 മിനിറ്റ് ടൈമിനുള്ളിൽ ആ ബൾബിലൂടെ എന്തുമാത്രം ചാർജ് ഒഴുകുന്നു എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആ ക്വസ്റ്റ്യൻ നമുക്ക് അടുത്തായിട്ട് ചെയ്യാം. ബി പാർട്ടിന്റെ ആൻസർ വളരെ സിമ്പിൾ ആണ്. അതായത് നിങ്ങൾ കറണ്ടിന്റെ ഇക്വേഷൻ എഴുതുക, ഐ സമം ക്യൂ ബൈ ടി. കറണ്ടിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷൻ തന്നെയാണ്, ഐ ഈക്വൽ ക്യൂ ബൈ ടി. അതിൽ നിന്ന് ക്യൂവിന്റെ വാല്യൂ, ക്യൂ എന്ന് പറയുന്നതാണ് ചാർജ്. സോ ചാർജിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതണം ഐ ഇൻറ്റു ടി ആണ്. അതായത് കറണ്ട് ഇൻറ്റു ടൈം. കറണ്ടിന്റെ വാല്യൂ നമുക്ക് ആറിന്റെ എ പാർട്ടായിട്ട് കിട്ടിയായിരുന്ന ആൻസർ 0.5 എന്ന് കിട്ടി. അതിവിടെ കൊടുക്കുക. ടി എന്ന് പറയുന്നത് 10 മിനിറ്റ് ആണെന്ന് ക്വസ്റ്റിനിൽ പറയുന്നു. അപ്പൊ 10 മിനിറ്റ് ആയതുകൊണ്ട് അതിനെ സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ 600 സെക്കൻഡ് എന്ന് കിട്ടും. അപ്പൊ 0.5 × 600 ചെയ്യുമ്പോൾ ആറിന്റെ ബി പാർട്ടിന്റെ ആൻസർ കിട്ടും. അപ്പൊ ആൻസർ 300 കൂടമെന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ആറിന്റെ എ പാർട്ടിന്റെ ആൻസർ 0.5 ആംപിയറും ആറിന്റെ ബി പാർട്ടിന്റെ ആൻസർ 300 കൂടം അല്ലെങ്കിൽ 300 കൂടമ്പോ ആണ്. അടുത്തത് ഏഴാമത്തെ ക്വസ്റ്റിലേക്ക് കടക്കുകയാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ആൻ ഇലക്ട്രിക് ഹീറ്റർ കണ്ടക്ട്സ് 4 ആംപിയർ കറണ്ട് when 60 volt is applied across its terminals. What will be the current if the potential difference is 120 volt? അതായത് ഒരു ഇലക്ട്രിക് ഹീറ്റർ, ആ ഇലക്ട്രിക് ഹീറ്ററിനകത്ത് കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 60 വോൾട്ട് ആണ്. അല്ലെങ്കിൽ അതിൽ കൊടുത്തിരിക്കുന്ന സപ്ലൈ വോൾട്ടേജ് ആണ് 60 വോൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ 60 വോൾട്ട് ഒരു ഇലക്ട്രിക് ഹീറ്ററിന് വൈദ്യുത ഹീറ്ററിനായിട്ട് കൊടുത്തപ്പോൾ അതിലൂടെ 4 ആംപിയർ കറണ്ട് ഒഴുകി. 4 ആംപിയർ കറണ്ട് ഒഴുകി. അപ്പം അങ്ങനെ ഒഴുകിയ സമയത്ത് അവിടെ ഒഴുകി. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് വിൽ ബി ദ കറണ്ട് വിത്ത് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് 120 വോൾട്ട്. അതായത് ആദ്യത്തെ കേസിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 60 വോൾട്ട് ആയിരുന്നു. പിന്നീട് ആ വോൾട്ടേജ് മാറ്റി, അതായത് 120 ആക്കി, അതായത് 60ന്റെ ഇരട്ടിയാക്കി 120 വോൾട്ട് ആക്കി മാറ്റി. അങ്ങനെ ആകുമ്പോൾ ആ ബൾബിലൂടെ ഒഴുകുന്ന ആ ഇലക്ട്രിക് ഹീറ്റിൽ ഒഴുകുന്ന കറണ്ട് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ആ ഇലക്ട്രിക് ഹീറ്റിനകത്ത് ആദ്യമേ 60 വോൾട്ട് കൊടുത്തപ്പോൾ അതിലൂടെ 4 ആംപിയർ കറണ്ട് ഒഴുകിയെങ്കിൽ 120 വോൾട്ട് കൊടുക്കുമ്പോൾ അതിലൂടെ എന്തുമാത്രം കറണ്ട് ഒഴുകുമെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യമേ എടുത്തെഴുതണം. തന്നിരിക്കുന്നത് അതായത് ആദ്യമേ ആ ഇലക്ട്രിക് ഹീറ്റിനകത്ത് കൊടുത്ത വോൾട്ടേജ് 60 ആയിരുന്നു. അപ്പോൾ അതിലൂടെ ഒഴുകിയ കറണ്ട് 4 ആംപിയർ ആണ്. പിന്നീട് ആ വോൾട്ടേജ് ചേഞ്ച് ചെയ്തു, എത്ര ആക്കി, 120 വോൾട്ട് ആക്കി. അപ്പൊ അങ്ങനെ ആക്കിയപ്പോൾ അതിലൂടെ എന്തുമാത്രം കറണ്ട് ഒഴുകിയതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത് കണ്ടുപിടിക്കാനുള്ള മാർഗം, ഇവിടെ ഒരു ഉപകരണത്തെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഇലക്ട്രിക് ഹീറ്റർ എന്ന് പറയുന്ന ഉപകരണത്തെ കുറിച്ച് മാത്രം, വേറൊരു ഉപകരണമോ അവിടെ ബന്ധിപ്പിച്ചതായിട്ടോ വേറൊരു ഡിവൈസിനെ കുറിച്ച് ആ ചോദ്യത്തിൽ പറയുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു പ്രത്യേകത ഉള്ളപ്പോൾ ആ സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് സെയിം ആയിരിക്കും.
അതായത് വേറൊരു ഉപകരണവും നമ്മൾ ഒരു സർക്യൂട്ടിൽ ഉൾപ്പെടുത്തുന്ന ഇല്ലെങ്കിൽ, ഒരു ഉപകരണം മാത്രമേ ഉള്ളൂ എങ്കിൽ ആ സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കേസിലും റെസിസ്റ്റൻസ് മാറുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വിയും ഐയും വെച്ചുകൊണ്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഓംസ് ലോ അനുസരിച്ച് റെസിസ്റ്റൻസ് ഇക്വേഷൻ നമുക്ക് കിട്ടും. V/I. ഇത് ഓംസ് ലോ അനുസരിച്ചാണ് നമുക്ക് ഇക്വേഷൻ കിട്ടുന്നത്. R=V/I. അതായത് ഓംസ് ലോയുടെ ഇക്വേഷൻ V=IR ആണ്. അപ്പം ഈ ഇക്വേഷൻ ഇതാണ് ആറിന്റെ ഇക്വേഷൻ കിട്ടുന്നത് V/I എന്ന്. വിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. ഈ വാല്യൂ വേണം കൊടുക്കാൻ 60. ഐയുടെ വാല്യൂ നമുക്കറിയാം 4 ആണ്. അപ്പൊ ഇത് കൊടുക്കുക. അപ്പൊ ആറിന്റെ വാല്യൂ 15 ഓം എന്ന് കിട്ടുന്നത്. എങ്ങനെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ V/I, വിയുടെ സ്ഥാനത്ത് 120 അല്ല കൊടുക്കണ്ടേ, 60 കൊടുക്കുക. ആദ്യത്തെ വോൾട്ടേജ് കൊടുക്കണം. ഇനി അതുമായി ബന്ധപ്പെട്ട കറണ്ട് വേണം കൊടുക്കാം. സോ 60/4 ചെയ്യുമ്പോൾ നമുക്ക് ആറിന്റെ വാല്യൂ 15 ഓം എന്ന് കിട്ടും. അതിനുശേഷം ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഐ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ നിന്ന് ഐയുടെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ കിട്ടും. I=V/R. ഇവിടെ നമ്മൾ വിയുടെ സ്ഥാനത്ത് 120 കൊടുക്കുക, ആറിന്റെ സ്ഥാനത്ത് 15 കൊടുക്കുക. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. അപ്പം 120/15 ചെയ്യുമ്പോൾ ആൻസർ 8 ആംപിയർ എന്ന് കിട്ടും. അപ്പൊ ഏഴാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് 8 ആംപിയർ ആണ്. അപ്പൊ ഇതൊന്നുകൂടെ പറയാം. അതായത് ആദ്യമേ നമ്മൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതി. V=60 വോൾട്ട്, I 4 ആംപിയർ. അപ്പൊ V 120 ആകുമ്പോൾ ഐ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഉപകരണം മാത്രമേ ഉള്ളൂ, ഇലക്ട്രിക് ഹീറ്ററിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം ഒരിക്കലും മാറുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ V=IR ഉപയോഗിച്ചുകൊണ്ട് ആറിന്റെ ഇക്വേഷൻ ഫോം ചെയ്യുന്നു V/I. അതിനകത്ത് നമ്മൾ വിയുടെ ഐയുടെ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ 15 ഓം എന്ന് കിട്ടും. അതായത് വി എന്ന് പറയുന്നത് ആദ്യത്തെ വോൾട്ടേജ് കൊടുക്കുക 60/4. അപ്പൊ ആൻസർ 15 ഓം എന്ന് കിട്ടും. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്, V=IR എന്ന് പറയുന്ന ഇക്വേഷനിൽ തന്നെ ഐയുടെ ഇക്വേഷൻ ഫോം ചെയ്യുന്നു. ഐയുടെ ഇക്വേഷൻ ഫോം ചെയ്യുമ്പോൾ V/R എന്ന് കിട്ടും. വിയുടെ സ്ഥാനത്ത് രണ്ടാമത്തെ വോൾട്ടേജ് കൊടുക്കുക, അത് 120 ആണ്. സോ നമുക്ക് ആൻസർ എങ്ങനെ എഴുതാം, 120/6ന്റെ വാല്യൂ ഇവിടെ കിട്ടി. അപ്പൊ 120/15 കൊടുക്കുക. അപ്പൊ ആൻസർ നമുക്ക് 8 ആംപിയർ എന്ന് കിട്ടും. ഇതാണ് പിന്നെ ഏഴാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. അപ്പൊ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും 3 ക്വസ്റ്റ്യനും അതിന്റെ ആൻസറുമാണ് ഡിസ്കസ് ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ 4 ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മൾ ഇതുവരെ മൊത്തം 7 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ഈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കണം. ചെയ്ത് പഠിച്ചിട്ട് നിങ്ങളെ വിലയേറിയ കമന്റ്സ് ഒക്കെ എനിക്ക് എൻ്റെ വീഡിയോക്ക് താഴെ ഇടുക. അതുപോലെ തന്നെ ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ ക്ലാസ് കാണുന്നവരെല്ലാം ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.